അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 128. നീ കുറെ ആയല്ലോടാ ആ അഗ്നിദേവന്റെ കാര്യം പറയുന്നു. കാണിച്ചതാ അവനെ. ഇനി അവനെ തീർത്ത് അവളെ നിനക്ക് തന്നിട്ട് ഞങ്ങൾക്ക് വിശ്രമമുള്ളൂ. അലൻ ആവേശമായി. കാണിച്ചു തരാ, തീർക്കണം അവനെ. എന്നിട്ട് അവളെ എനിക്ക് സ്വന്താക്കണം, ഒരിക്കൽ മാത്രം. പക്ഷെ അതിനു മുന്നേ അവളുടെ സ്വത്തുക്കളെല്ലാം എനിക്ക് വേണം. അതിനുവേണ്ടി അവളുടെ സ്വത്തുക്കളെ നശിപ്പിച്ച കുറ്റമെല്ലാം ഞാൻ ആ ദേവരാജന്റെ മേൽ ഇട്ടതായിരുന്നു. പക്ഷെ ഒന്നും ഏറ്റില്ല. അവൾക്കിപ്പോ അഗ്നിയോട് പ്രണയ. അതുകൊണ്ട് അവൻ പറഞ്ഞതെല്ലാം അവള് വിശ്വസിക്കും. പ്രണയിപ്പിക്കാം അവളെ ഞാൻ. കിച്ചുവിന്റെ മുഖത്ത് ക്രോധം നിറഞ്ഞു. ആ അടങ്ങ് ചരൺ, നിനക്ക് അവളെ കിട്ടും, അത് ഉറപ്പാ. പക്ഷെ അത് കഴിഞ്ഞാൽ ഞങ്ങളെ കൂടി ഒന്ന് പരിഗണിക്കണം. നാഗേഷ് സ്വയം കീഴ്ച്ചുണ്ട് കടിച്ചു. അഗ്നിയുടെ കൈ ടേബിളിൽ ഇടിച്ചുകൊണ്ടിരുന്നു. അവന്റെയൊക്കെ വായിൽ നിന്ന് വരുന്ന വാക്കുകളിൽ അത്രത്തോളം ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവന്. കിച്ചു നാഗേഷിനെ നോക്കി ചിരിച്ചു. അവളെ ആ ജ്വാലേന്റെ ശരീരത്തിനടിയിലിട്ട് ഞെരിച്ചമർത്തണം എനിക്ക്, അതും അവന്റെ കൺമുന്നിൽ വെച്ച്. ഉടുതുണിയില്ലാതെ അവൾ അലറി കരയുന്നത് ഞാൻ അവന് കാണിച്ചു കൊടുക്കും. എന്നിട്ട് നീയൊക്കെ എത്രയാന്ന് വെച്ചാ അവളെ ആസ്വദിച്ചോ. ഡാ, അത്രയും പറഞ്ഞത് മാത്രമേ കിച്ചുവിന് ഓർമ്മയുള്ളൂ. അടുത്ത നിമിഷം അഗ്നി അവന്റെ ചേറിൽ നിന്ന് ചാടി എഴുന്നേറ്റ് കാലുയർത്തി കിച്ചുവിനെ ചേറോടെ ചവിട്ടി തെറിപ്പിച്ചു കഴിഞ്ഞിരുന്നു. കിച്ചു തെറിച്ചു വീണു. അവന്റെ പുറം ശക്തിയായി നിലത്തിടിച്ചു. ചരൺ! നാഗേഷും അലനും റോഷനും അവനെ പകപ്പോടെ വിളിച്ചു. കിച്ചു ഒരുവിധം നിലത്തൂന്ന് പിടഞ്ഞെഴുന്നേറ്റു. പക്ഷെ മുന്നിൽ കണ്ണിൽ കത്തുന്ന തീയോടെ തന്നെ തുറച്ചു നോക്കുന്നവനെ കണ്ട് കിച്ചു പകച്ചുപോയി. അഗ്നിദേവ്! അവന്റെ ചുണ്ടുകൾ പേടിയോടെ മൊഴിഞ്ഞു. അവന്റെ വായിന്ന് വന്ന പേര് കേട്ട് റോഷനും അലനും നാഗേഷും അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി. മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് അവരുടെ കൈകൾ ദേഷ്യത്തോടെ ചുരുണ്ടു. പക്ഷെ അഗ്നിയുടെ നോട്ടം കിച്ചുവിൽ തന്നെ ആയിരുന്നു. ഇനി നിനക്കൊരവസരം ഇല്ല ചരൺ. വന്യമായ പുഞ്ചിരിയോടെ അഗ്നി പറഞ്ഞു നിർത്തി. അവന്റെ ചുണ്ടിൽ വിരിഞ്ഞ ക്രൂരമായ പുഞ്ചിരി കണ്ട് കിച്ചു പേടിയോടെ അവനെ നോക്കി. ഓഹോ, അപ്പൊ നീയാണല്ലേ അഗ്നിദേവ്? റോഷൻ പുച്ഛത്തോടെ അഗ്നിയോട് ചോദിച്ചു. അഗ്നി അവനെ ഒന്ന് നോക്കി. അടുത്ത നിമിഷം അഗ്നിയുടെ ഷൂയിട്ട കാൽ അവന്റെ നെഞ്ചിൽ ശക്തമായി പതിച്ചു. റോഷൻ പബ്ബ് കൗണ്ടറിന്റെ മുകളിലേക്ക് ഇടിച്ചു വീണു. അവിടെ വെച്ചിട്ടുള്ള ബോട്ടിൽസ് എല്ലാം തെറിച്ചു നിലത്തും അവന്റെ പുറത്തുമായി ചിന്നി ചിതറി വീണു. അവനിൽ നിന്നും വേദനയോടെ ശബ്ദമുയർന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും നിനക്ക് മനസ്സിലായില്ലേടാ ഞാൻ ആരാന്ന്? അഗ്നി പുച്ഛച്ചിരിയോടെ അവനോട് ചോദിച്ചു. ഡാ! റോഷൻ കൗണ്ടറിന്റെ മുകളിൽ നിന്നും ചാടിയിറങ്ങി ശരീരം ഒന്ന് കുടഞ്ഞു. അവിടെ കൂടിയിരിക്കുന്ന ആളുകളെല്ലാം പേടിയോടെ അവിടെ നിന്നും ഓടിമാറി. കിച്ചു നിലത്തൂന്ന് എഴുന്നേറ്റു. റോഷനും നാഗേഷും അലനും അവന്റെ അടുത്തേക്ക് വന്നു നിന്നു. എടോ, ഇൻഷുറൻസ് ഉണ്ടല്ലോ അല്ലേ ഇതിന്? അഗ്നി പബ്ബിന്റെ ഓണറെന്ന് തോന്നുന്ന ഒരാളോട് ചോദിച്ചു. അയാൾ പേടിയോടെ ഉണ്ടെന്ന് തലയാട്ടി. ആ, ഇനി ഇല്ലെങ്കിലും കുഴപ്പമില്ല, പണം ഞാൻ തന്നോളാം. അതുകൊണ്ട് കുറച്ചു നേരം അങ്ങോട്ട് മാറി നിൽക്ക്, അവൻ അയാളോട് പറഞ്ഞു. അയാൾ പേടിയോടെ പെട്ടെന്ന് അവിടെ നിന്ന് മാറി നിന്നു. കിച്ചു അവനെ തുറച്ചു നോക്കി. ആഹാ, അപ്പൊ ഞാനിവിടെ എത്തിയ കാര്യം നീ അറിഞ്ഞു അല്ലേ? കിച്ചു പുച്ഛത്തോടെ ചോദിച്ചു. പിന്നെ അറിയാതെ. അതും പറഞ്ഞ അഗ്നി ഒരു ചെയർ കാലുകൊണ്ട് വലിച്ചെടുത്ത് അതിൽ കാലിന്റെ മുകളിൽ കാല് കയറ്റി വെച്ചിരുന്നു. അന്ന് അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടാക്കിയിട്ട് പോയതല്ലേ നീ? അതും എന്നെ പേടിച്ച്. സത്യം പറഞ്ഞ എനിക്ക് നിന്നോട് ദേഷ്യം തോന്നിയിരുന്നു അന്ന്. പക്ഷെ നീ കാരണം എൻ്റെ ജീവിതത്തിലെ കുറെ നല്ല കാര്യം നടന്നതുകൊണ്ട് ചെറിയൊരു ശിക്ഷ തന്ന് നിന്നെ ഒതുക്കാന്ന് കരുതിയതായിരുന്നു ഞാൻ. അഗ്നി പറഞ്ഞതും കിച്ചു അവനെ സംശയത്തോടെ നോക്കി. അഗ്നി താടിയിൽ വിരൽ കൊണ്ട് തടവി അവനെ നോക്കിയൊന്ന് ചിരിച്ചു. അതായത് മോനെ ചരൺ, എൻ്റെ കുഞ്ഞനുണ്ടല്ലോ ജ്വാല, അവള് ഞാനും ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ അവളെന്നോട് ഇതുവരെ അവളുടെ ഇഷ്ടം തുറന്നു പറഞ്ഞിരുന്നില്ല, അഗ്നി പറഞ്ഞു. കിച്ചുവിന് അവൻ പറയുന്നത് അത്ര വ്യക്തമായില്ല. അഗ്നി ഒന്ന് ചിരിച്ചു. എടാ പൊട്ട, നിനക്ക് മനസ്സിലായില്ലേ? അതായത് അന്ന് നീ എന്നെ ജസ്റ്റ് ഒന്ന് തട്ടിയിട്ട് പോയില്ലേ, ആ ഒരു കാരണം കൊണ്ട് എൻ്റെ കുഞ്ഞെന്നോട് മനസ്സ് തുറന്നു. അവൾക്ക് എന്നോട് പ്രണയാണെന്ന്, എന്നെ ഒരുപാട് ഇഷ്ടാണെന്ന്, അങ്ങനെ എല്ലാം അവൾ എന്നോട് തുറന്നു പറഞ്ഞു. അതിനൊക്കെ ആരാ കാരണം? നീയാ, അഗ്നി ചിരിയോടെ പറഞ്ഞു. കിച്ചുവിന്റെ മുഖം വെലിഞ്ഞു മുറുകി. അത് കണ്ട് അഗ്നിയുടെ ചുണ്ടിൽ വിജയച്ചിരി വിരിഞ്ഞു. ആ ഒരു കാര്യത്തില് നന്ദിയുണ്ടടാ ചരൺ എനിക്ക് നിന്നോട്. അതുകൊണ്ട് എനിക്ക് തന്നതുപോലെ ഒരു പണിയെ നിനക്കും ഞാൻ തരുമായിരുന്നുള്ളൂ. പക്ഷെ അതിനിടയിലാ നീ എന്നെ ഒതുക്കാൻ ദേ ഇവന്മാരെ കൊണ്ടുവന്നത്, ഈ ഇത്തിരി ഇല്ലാത്തവന്മാരെ. അഗ്നി കിച്ചുവിന്റെ കൂട്ടുകാർക്ക് നേരെ വിരല് ചൂണ്ടി. ഡാ! കിച്ചു ദേഷ്യത്തോടെ വിളിച്ചു. ആ അടങ്ങടാ, ആദ്യം സംസാരം, അത് കഴിഞ്ഞ് ഫൈറ്റ്, അതാ നല്ലത്. കാരണം ആദ്യമേ നിന്നെ അടിച്ചാ പിന്നെ ഇത്രയും കൂളായിട്ട് നീ എങ്ങനെ ഞാൻ പറയുന്നതൊക്കെ കേൾക്കും? അതുകൊണ്ട് ഇപ്പൊ നമുക്ക് സംസാരിക്കാം. അഗ്നി പറഞ്ഞതും കിച്ചു അവനെ ദേഷ്യത്തോടെ നോക്കി. അല്ല, നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു? അഗ്നി ആലോചിച്ചു. എവിടെയാടോ? അവൻ കുറച്ചു മാറി നിന്ന് തങ്ങളുടെ സംസാരം കേട്ട് നിൽക്കുന്ന ഒരാളോട് ഗൗരവത്തോടെ ചോദിച്ചു. അത് സാറിനെ ഒതുക്കാൻ ഇവന്മാരെ കൂട്ടി വന്നത്, അയാൾ പേടിയോടെ പറഞ്ഞു. അഗ്നി അയാളെ നോക്കി ചിരിച്ചു. മിടുക്ക, അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? അഗ്നി ചിരിയോടെ ചോദിച്ചതും അയാൾ തലയാട്ടി. അവൻ വീണ്ടും കിച്ചുവിനെ നോക്കി.
ആ എടാ ചരൺ, അപ്പൊ അത് തന്നെ, നീ ഇവന്മാരെ കൂട്ടി വന്നു, അത് ഞാൻ ക്ഷമിക്കും. എന്താലേ, വല്ലാതെ ക്ഷമിക്കാൻ തുടങ്ങി ഞാൻ. അഗ്നി ഒന്ന് പുഞ്ചിരിച്ചു, പക്ഷേ ആ പുഞ്ചിരിയിൽ മറ്റെന്തോ ഭാവം. കിച്ചു റോഷനെ നോക്കി, റോഷൻ അലനെയും. അലൻ അവന്റെ ഷർട്ടിന് പുറകിൽ മറച്ചു വെച്ചിരിക്കുന്ന കത്തിയെടുത്ത് പുറകിലൂടെ തന്നെ റോഷന് കൊടുത്തു. റോഷൻ അത് കിച്ചുവിനും. കിച്ചു പെട്ടെന്ന് അത് വാങ്ങിച്ചു. പക്ഷെ അവരെ തന്നെ നിരീക്ഷിച്ചിരുന്ന അഗ്നി അത് വ്യക്തമായി കണ്ടിരുന്നു. അവന്റെ ചുണ്ടിൽ പക്ഷെ അപ്പോഴും അതേ ചിരിയാണ്. എടാ ചരൺ, നീ ഇവന്മാരെ കൊണ്ടുവന്നു, ചെറിയ പയ്യന്മാർ ജീവിച്ചു പൊക്കോട്ടെന്ന് കരുതിയതായിരുന്നു ഞാൻ. പക്ഷേ അത്രയും പറഞ്ഞപ്പോഴേക്കും അഗ്നിയുടെ മുഖം വെലിഞ്ഞു മുറുകി. കിച്ചുവിന്റെ കൈകൾ കത്തിയിൽ ഒന്നുകൂടി മുറുകി. പക്ഷെ നീയൊക്കെ എത്രയും നേരം പറഞ്ഞത് എന്റെ പെണ്ണിനെ കുറിച്ചാ. അത് ഞാനെങ്ങനെ ക്ഷമിക്കും ചരൺ? എന്റെ കുഞ്ഞിന്റെ ഫോട്ടോ എടുത്ത് ഇവന്മാർക്ക് കൊടുത്ത് ആസ്വദിച്ചത് ഞാനെങ്ങനെ ക്ഷമിക്കും? എല്ലാത്തിനുപരി ഈ പുന്നാര മക്കൾ എന്റെ പെണ്ണിനെ വേണമെന്ന് പറഞ്ഞത് ഞാൻ എങ്ങനെ ക്ഷമിക്കും? പിന്നെ നിനക്കെന്റെ മുന്നിൽ വെച്ച് എന്റെ കുഞ്ഞിനെ ഭോഗിക്കണമെന്ന് പറഞ്ഞത് ഞാൻ എങ്ങനെ സഹിക്കും? ഏ, പറയടാ, പറയേ, പറയാൻ. അഗ്നി അലറി. ഡാ. അടുത്ത നിമിഷം കിച്ചു അവന്റെ കയ്യിലുള്ള കത്തിയുമായി അഗ്നിയുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. അഗ്നി പെട്ടെന്ന് ചെയറിന്ന് എഴുന്നേറ്റ് ആ ചെയർ വെച്ച് അവന്റെ മുഖം നോക്കി ആഞ്ഞടിച്ചു. കിച്ചു അലറിക്കൊണ്ട് നിലത്തേക്ക് വീണുപോയി. അവന്റെ കയ്യിലുള്ള കത്തി തെറിച്ചു വീണു. എടാ. റോഷൻ അഗ്നിയെ ചവിട്ടാനായി കാലുയർത്തി. അലനും നാഗേഷുമൊപ്പം അവൻ അടിക്കാനായി മുന്നോട്ട് വന്നു. അഗ്നി അവന്റെ കയ്യിലുള്ള ചെയർ വെച്ച് നാഗേഷിന്റെ അലന്റെ മുഖം നോക്കി ഒന്ന് കൊടുത്തുകൊണ്ട് റോഷന്റെ കാലിൽ പിടിച്ചുയർത്തി അവനെ നേരെ പബ് കൗണ്ടറിലേക്ക് അടിച്ചു. നടു ഇടിച്ചുകൊണ്ട് അതിലേക്ക് വീണ റോഷന്റെ അലർച്ച അവിടെ ആകെ ഉയർന്നു. വേദന കൊണ്ട് പുളഞ്ഞുപോയി റോഷൻ. എന്നിട്ടും കലിയടങ്ങാതെ അവനെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ അഗ്നി അവനടുത്തേക്ക് ഓടി. ഡാ. കിച്ചു അലറിക്കൊണ്ട് കാല് വെച്ച് അഗ്നിയെ ബ്ലോക്ക് ചെയ്തു. അഗ്നി നേരെ നിലത്തേക്ക് വീണുപോയി. കിച്ചു അലനും നാഗേഷും നിലത്തൂന്ന് എഴുന്നേറ്റു. അഗ്നി നിലത്ത് നിന്ന് മുഖമുയർത്തി. അവന്റെ ചുണ്ട് ചെറുതായി പൊട്ടിയിരുന്നു. അഗ്നി ഒന്ന് പുഞ്ചിരിച്ചു. കൈകൾ രണ്ടും നിലത്ത് കുത്തി അവൻ എഴുന്നേൽക്കാൻ തുനിയുന്നത് കണ്ടതും കിച്ചുവും മറ്റവന്മാരും അവനടുത്തേക്ക് പാഞ്ഞു വന്നു. ഡാ. കിച്ചു അഗ്നിയുടെ പുറത്ത് ചവിട്ടാനായി കാലുയർത്തി. പക്ഷെ അഗ്നി അങ്ങനെ തന്നെ തിരിഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവന്റെ വലതുകാൽ ഉയർത്തി കിച്ചുവിന്റെ നെഞ്ചിലേക്ക് ചവിട്ടി. കിച്ചു പുറകിലേക്ക് നീങ്ങിപ്പോയി. അഗ്നി നിലത്തിരുന്നു കൊണ്ട് അലനെയും നാഗേഷിനെയും നോക്കി. രണ്ടുപേരുടെയും കയ്യിൽ കത്തിയുണ്ട്. എടാ. അലനും നാഗേഷും ഒരുമിച്ച് അഗ്നിക്ക് നേരെ കത്തി വീശി. അവൻ രണ്ടുപേരുടെയും കയ്യിൽ പിടിച്ചെങ്കിലും ആ കത്തി അവന്റെ നെഞ്ചിലേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ നെഞ്ചിനെ തുളച്ചത് അകത്ത് കയറുമെന്ന പരുവം. അഗ്നിയുടെ കണ്ണുകൾ ചുവന്നു. അലറിക്കൊണ്ട് അവൻ രണ്ടുപേരുടെയും കയ്യിൽ പിടിച്ച് തിരിച്ച് ഒരു കാലുയർത്തി അലന്റെ കഴുത്തിലേക്ക് ചവിട്ടി. അവൻ പിടഞ്ഞുകൊണ്ട് നിലത്തേക്ക് വീണു. നാഗേഷിന്റെ കൈ പിടിച്ച് പുറകിലേക്ക് വളച്ച് അവന്റെ പുറം നോക്കി ഊക്കോടെ ചവിട്ടി അഗ്നി. നാഗേഷിന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി അവന്റെ പുറം തുളഞ്ഞു കയറി. പിടഞ്ഞുകൊണ്ട് അവൻ നിലത്തേക്ക് വീണത് കണ്ടിട്ടും ദേഷ്യത്തോടെ അഗ്നി അവന്റെ നെഞ്ചിലേക്ക് ചവിട്ടി. പക്ഷെ പ്രശ്നം വലുതായത് കണ്ട പബ്ബിന്റെ ഓണർ അപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞിരുന്നു. അഗ്നി നിലത്ത് കിടക്കുന്ന നാഗേഷിന്റെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് പുറകിലേക്ക് തിരിഞ്ഞപ്പോഴേക്കും നെഞ്ചിൽ കിട്ടിയ ശക്തമായ ചവിട്ടിൽ അവനൊന്ന് പുറകിലേക്ക് നീങ്ങിപ്പോയി. എങ്കിലും അവൻ ബാലൻസ് ചെയ്തു തന്നെ ചവിട്ടിയ ആളെ മുഖമുയർത്തി നോക്കി. കിച്ചുവായിരുന്നു അത്. എണീക്കടാ. നിലത്ത് കിടക്കുന്ന അലന്റെ നേരെ കൈനീട്ടിക്കൊണ്ട് കിച്ചു പറഞ്ഞു. അലൻ അവന്റെ കയ്യിൽ പിടിച്ച് പെട്ടെന്ന് നിലത്തൂന്ന് എഴുന്നേറ്റു. അഗ്നി കിച്ചുവിനെ നോക്കിയൊന്ന് ചിരിച്ചു. എടാ അഗ്നി, നീ എന്താ പറഞ്ഞേ? നിന്നെ പേടിച്ചിട്ട ചരൺ നാട് വിട്ടു തിന്നോ? അല്ലടാ. എന്നാ അങ്ങനെയല്ല, നിന്നെ തീർക്കാനുള്ള ആളുകളെ കൂട്ടിവരാൻ വേണ്ടിയാ ഞാൻ നാട് വിട്ടു പോയേ. കാരണം നീ ഇനി ഭൂമിയിൽ വേണ്ടാന്ന് ചരൺ അങ്ങോട്ട് തീരുമാനിച്ചു. കിച്ചു പുച്ഛത്തോടെ അഗ്നിയോട് പറഞ്ഞു. ആഹാ, എന്നിട്ട്? അഗ്നി ചുണ്ടുകൂട്ടി. എടാ, നീ കൂടുതൽ ഓവറാവണ്ട. ഏതായാലും നീയായിട്ട് ഇന്ന് ഞങ്ങളുടെ മുന്നിൽ വന്നതുകൊണ്ട് നിന്നെ ഇന്ന് തീർത്തിട്ടേ വിടൂ ഞാൻ. എന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചത് നീ ഒറ്റ ഒരുത്തനായിരുന്നു. അവളെ, ആ ജ്വാലയെ നിന്റെ മുന്നിലിട്ട് തന്നെ ഞാൻ സ്വന്തമാക്കൂടാ. അത് നീ കാണും ഇന്ന് തന്നെ. കിച്ചു പറഞ്ഞതും അഗ്നി അവനെ ദേഷ്യത്തോടെ നോക്കി. ദേഷ്യം വരുന്നുണ്ടോടാ നിനക്ക്? എന്നാ വന്ന് തല്ലടാ. അതോ അവളെന്റെ കൂടെ കിടത്തുന്നത് കണ്ടിട്ട് മതിയോ നമ്മൾ തമ്മിലുള്ള ഫൈറ്റ്? അതും പറഞ്ഞ് കിച്ചു പൊട്ടിച്ചിരിച്ചു. അലന്റെ ചുണ്ടിലും ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു. അഗ്നിയുടെ കാലുകൾ മുന്നോട്ട് ചലിച്ചു. എടാ അലൻ, ജ്വാല അവളൊരു നല്ല അസല് പീസാണേ. ഡാ. കിച്ചു അത്രയും പറഞ്ഞപ്പോഴേക്കും അഗ്നി ഓടിവന്ന് കിച്ചുവിന്റെ നെഞ്ചിലേക്ക് ചവിട്ടാനാഞ്ഞു. അത് പ്രതീക്ഷിച്ചിരുന്നതുപോലെ കിച്ചു അവന്റെ ഇടത് കൈയിൽ പിടിച്ചിരുന്ന കത്തിയുയർത്തി അഗ്നിയുടെ കൈയിലേക്ക് വീശി. അഗ്നി കൈ പുറകിലേക്ക് വലിച്ചുപോയി. അപ്പോഴേക്കും അവന്റെ കയ്യിൽ അത്യാവശ്യം നന്നായി തന്നെ വെട്ടുകൊണ്ടിരുന്നു. കയ്യിൽ നിന്നും രക്തം പുറത്തേക്കൊഴുകി. വാടാ അഗ്നി, ഒരഗ്നി പോലെ നീ വാ. കിച്ചു പുച്ഛിച്ചു. പൊന്ന മോനെ. അഗ്നി ദേഷ്യത്തോടെ അവന് നേരെ മുരണ്ടുകൊണ്ട് അവന്റെ കയ്യിലെ കത്തി ചവിട്ടിത്തെറിപ്പിച്ചു. കിച്ചു ഞെട്ടി. ഡാ. എങ്കിലും അവൻ അഗ്നിയെ ദേഷ്യത്തോടെ വിളിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചവിട്ടി. അഗ്നിയുടെ കാലും അതേസമയം കിച്ചുവിന്റെ നെഞ്ചിൽ സ്ഥാനം പിടിച്ചിരുന്നു. തുടരും.